മോറിയ പർവ്വതത്തിലെ ചരിത്രപ്രസിദ്ധമായ ജൂതക്ഷേത്രത്തിന്റെ സ്ഥലമായ അടിസ്ഥാന ശിലയ്ക്ക് മുകളിലാണ് ഡോം ഓഫ് ദി റോക്ക് നിർമ്മിച്ചത്. യഹൂദ ബൈബിൾ അനുസരിച്ച് ദൈവം അബ്രഹാമിനോട് തന്റെ മകൻ ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ദൈവം അയച്ച ഒരു മാലാഖ അത് നിറവേറ്റുന്നതിൽ നിന്ന് തടഞ്ഞു. അബ്രഹാമിന് തന്നിലുള്ള വിശ്വാസം ആത്മാർത്ഥമാണെന്ന് അദ്ദേഹം കണ്ടു. ടെമ്പിൾ മൗണ്ടിൽ 2 ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നതും മുസ്ലിങ്ങൾ നിഷേധിക്കുന്നു. കൂടാതെ ജൂതന്മാർക്ക് ജെറുസലേമുമായി ഒരു ബന്ധവുമില്ലെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. ടെമ്പിൾ പർവ്വതത്തെ അവർ തങ്ങളുടെ ഏക സ്വത്തായി കണക്കാക്കുകയും ജൂതന്മാരെ എക്സ്പ്ലനേഡിൽ പ്രാർത്ഥിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നില്ല. ഈ പെരുമാറ്റം ചരിത്രപരമായ വസ്തുതകളുടെ നിരാകരണം മാത്രമല്ല, ജൂതന്മാരെ അവരുടെ ഏറ്റവും പുണ്യസ്ഥലത്ത് പ്രാർത്ഥിക്കാൻ അനുവദിക്കാത്തതിൻ്റെയും ബഹുമാനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും അഭാവവും കാണിക്കുന്നു. പ്രത്യേകിച്ച് 3000 വർഷത്തെ ജൂത ചരിത്രത്തിൻ്റെയും ജെറുസലേമുമായുള്ള അവരുടെ ബന്ധത്തിൻ്റെയും നിഷേധം മാത്രമല്ല, ജൂതന്മാരെ അവരുടെ ഏറ്റവും പുണ്യസ്ഥലത്ത് പ്രാർത്ഥിക്കാൻ അനുവദിക്കാത്തതിൻ്റെയും അഭാവവും കാണിക്കുന്നു. ഇസ്രായേൽ സ്ഥാപിതമായി 77 വർഷങ്ങൾ ആഘോഷിക്കുന്നതിൻ്റെ മറവിൽ വ്യാഴാഴ്ച 100 കണക്കിന് അനധികൃത ഇസ്രായേലി കുടിയേറ്റക്കാർ അധിനിവേശ കിഴക്കൻ ജെറുസലേമിലെ അൽ-അക്സ പള്ളി സമുച്ചയത്തിലേക്ക് അതിക്രമിച്ചു കയറി. ജെറുസലേമിലെ ഇസ്ലാമിക് എൻഡോവ്മെന്റ് വകുപ്പിലെ ഒരു പലസ്തീൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, രാവിലെ മുതൽ 350ഓളം അനധികൃത ഇസ്രായേലി കുടിയേറ്റക്കാർ ഇസ്രായേലി പോലീസ് സംരക്ഷണത്തിൽ ഫ്ലാഷ് പോയിന്റ് സ്ഥലത്ത് പ്രവേശിച്ചു. പള്ളിയുടെ കിഴക്കൻ ഭാഗത്ത് പ്രകോപനപരമായ താൽമുദിക് ആചാരങ്ങൾ നടത്തി. 2003 മുതൽ വെള്ളിയാഴ്ചകളും ശനിയാഴ്ചകളും ഒഴികെ മിക്കവാറും എല്ലാ ദിവസവും അനധികൃത കുടിയേറ്റക്കാരെ ഫ്ലാഷ് പോയിന്റ് കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കാൻ ഇസ്രായേൽ അനുവദിച്ചിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് ഏറ്റവും പുണ്യസ്ഥലമായി കണക്കാക്കുന്ന 3 സ്ഥലങ്ങളിലൊന്നാണ് അൽ-അക്സ പള്ളി. ജൂതന്മാർ ഈ പ്രദേശത്തെ ടെമ്പിൾ മൗണ്ട് എന്നാണ് വിളിക്കുന്നത്. പുരാതന കാലത്ത് 2 ജൂത ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നതായി അവകാശപ്പെടുന്നു. 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ അൽ-അക്സ പള്ളി സ്ഥിതി ചെയ്യുന്ന കിഴക്കൻ ജെറുസലേം ഇസ്രായേൽ കൈവശപ്പെടുത്തി.